ഓക്കെ, ഇത് നമ്മുടെ SSC MTS 2023 ക്വസ്റ്റ്യനാണ്. ഇതിനകത്ത് പറയുന്നത് ഒരാൾക്ക് എ മാൻ ക്യാൻ സ്വിം അറ്റ് എ സ്പീഡ് ഓഫ് 14 കിലോമീറ്റർ ഇൻ സ്റ്റിൽ വാട്ടർ. സ്റ്റിൽ വാട്ടറിൽ 14 km/h നീന്താൻ കഴിയും. ഇഫ് ഹി ടേക്സ് ട്വൈസ് as ലോങ് as ടു സ്വിം ഓപ്പോസിറ്റ് ടു ദ, അതായത് റിവറിന് ഓപ്പോസിറ്റ് ആയിട്ട് സ്വിം ചെയ്യാൻ മറ്റേതിനേക്കാളും രണ്ട് ഇരട്ടി ടൈം എടുക്കുമെന്നാണ് പറഞ്ഞത്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ അപ് സ്ട്രീമും ഡൗൺ സ്ട്രീമും എടുത്തെന്ന് വിചാരിച്ചു. അപ് സ്ട്രീമിൽ എടുക്കുന്ന ടൈം, അതായത് നമ്മുടെ റിവറിന് ഓപ്പോസിറ്റ് എടുക്കുന്ന ടൈം മറ്റേതിനേക്കാളും രണ്ടിരട്ടിയാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത്. അങ്ങനെയാണെങ്കിൽ സ്ട്രീമിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, നമുക്കറിയാം രണ്ടുപേരും ഒരേ ഡിസ്റ്റൻസ് ആണ്, രണ്ട് കേസിലും ഒരേ ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, രണ്ട് കേസിലും ഒരേ ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യുന്നത്. ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ടൈമിൻ്റെ റേഷ്യോൻ്റെ നേരെ ഇൻവേഴ്സ് ആയിരിക്കും സ്പീഡിൻ്റെ റേഷ്യോ. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതിന് വേണമെങ്കിൽ 1:2 എന്ന് എഴുതാം. അതായത് അപ് സ്ട്രീം സ്പീഡിൻ്റെ ഡൗൺ സ്ട്രീം സ്പീഡിൻ്റെ റേഷ്യോ 1:2 എന്ന് പറഞ്ഞ് എഴുതാം. നമുക്കറിയാം അപ് സ്ട്രീമും ഡൗൺ സ്ട്രീമും ഉണ്ടെങ്കിൽ ബോട്ടിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? പൊതുവേ ചെയ്യുന്നത് അപ് സ്ട്രീമിൻ്റെ ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡ് എടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും? ആഡ് ചെയ്യും, അല്ലേ? അപ് സ്ട്രീമിൻ്റെ ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡ് എടുത്തിട്ട് ആഡ് ചെയ്തിട്ട് ബൈ 2 എടുക്കും. അപ്പം നമുക്ക് എന്ത് കിട്ടും? ബോട്ടിൻ്റെ സ്പീഡ് കിട്ടും. അതുപോലെ തന്നെ സ്ട്രീമിൻ്റെ സ്പീഡ് കിട്ടാനായിട്ട് ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡിൽ നിന്ന് അപ് സ്ട്രീമിൻ്റെ സ്പീഡ് കുറച്ചിട്ട് ബൈ 2 എടുക്കും. ഓക്കെ, സ്ട്രീമിൻ്റെ സ്പീഡ് കിട്ടാം. അപ്പോൾ നമുക്ക് ഈ പറയുന്ന റേഷ്യോ വെച്ച് അതൊന്ന് ചുമ്മാ ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കി കഴിയുമ്പോൾ ഇത് എത്ര വരും? 3/2 വരും. 2 - 1/2 വരും. 2 - 1/2 എന്ന് പറയുമ്പോൾ 1/2 വരും. ഇനി നോക്കുക, ഇതിനകത്ത് തന്നിരിക്കുന്നത് 14 കിലോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ ബോട്ടിൻ്റെ സ്പീഡ്, മീൻസ് നമ്മൾ എടുക്കുന്ന ഐറ്റം സ്ട്രീം അല്ലാതെ ബാക്കി വരുന്ന ഐറ്റം, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടിയത് എത്ര? 3/2 യൂണിറ്റ് ആണ്. 3/2 യൂണിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് 14 എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ 1/2 യൂണിറ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ഈ 3 എടുത്ത് അടിയിലിട്ടാൽ പോരെ. അപ്പോൾ 14/3 ആയിരിക്കും എന്ത് വരാൻ പോകുന്നത്? സ്ട്രീമിൻ്റെ സ്പീഡ് വരാൻ പോകുന്നത്. വേറെ ഒന്നും ചെയ്തില്ല, നമ്മളിവിടെ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയിട്ട് എടുത്തു. കാരണം അപ് സ്ട്രീമിൻ്റെയും ഡൗൺ സ്ട്രീമിൻ്റെയും കേസാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരേ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തുകൊണ്ട് ടൈമിൻ്റെ റേഷ്യോൻ്റെ നേരെ ഇൻവേഴ്സ് എടുത്തു. പിന്നെ നമുക്കറിയാവുന്ന കേസ് ബോട്ടിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാൻ അപ് സ്ട്രീമും ഡൗൺ സ്ട്രീമും എടുക്കുക, ബൈ 2 എടുക്കുക, ആഡ് ചെയ്യുക, ബൈ 2 എടുക്കുക. നേരെ സ്ട്രീമിൻ്റെ കണ്ടുപിടിക്കാനായിട്ട് ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡിൽ നിന്ന് അപ് സ്ട്രീമിൻ്റെ സ്പീഡ് കുറച്ചിട്ട് ബൈ 2 എടുക്കുക. ജസ്റ്റ് ഇനി നമ്മൾ എന്ത് ചെയ്തു? ഇക്വേറ്റ് ചെയ്തു. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്.